പേരറിയുന്നൊരു അഗസ്തീശ്വരനെ മുനിദേവനെന്നും വിളിച്ചു. ലക്ഷ്മണനായി വേഷം ധരിച്ച വൈദേഹി തെറ്റുപോയി. നമസ്കാരം. കോട്ടൂർ മുണ്ടണിമാടൻ തമ്പുരാൻ ക്ഷേത്ര നടയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അഗസ്ത്യകൂടത്തിലേക്ക് ഇവിടെ നിന്നും ഇന്നൊരു ഘോഷയാത്ര പോകുന്നുണ്ട്. കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു. എല്ലാ വർഷവും നടത്താറുള്ള ശിവരാത്രി ഘോഷയാത്ര അഗസ്ത്യകൂടത്തിലേക്ക് പോകുന്നത് കോട്ടൂർ മുണ്ടണിമാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ നിന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം കവടിയാർ കൊട്ടാരത്തിൽ തമ്പുരാട്ടിയായിരുന്നു ഭദ്രദീപം തെളിയിച്ചത്. ഇന്നിപ്പോൾ വിശിഷ്ട അതിഥികളാരും തന്നെ ഇല്ല. വളരെ സൈലൻ്റായിട്ട് ഇന്ന് ഈ ഘോഷയാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. നാളെ ശിവരാത്രിയുടെ അന്ന് ഈ ഘോഷയാത്ര അഗസ്ത്യകൂടത്തിന് മലമുകളിലെത്തി അവിടെ പൂജ അർപ്പിച്ചതിന് ശേഷം തിരിച്ചു പോരുന്നതാണ്. ഏതായാലും ഇവിടെ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്രയുടെ കാഴ്ചകൾ കാണാം. ഈ ഇരിക്കുന്നത് ജയകുമാർ കുറ്റിച്ചനാണ്. നമ്മുടെ കുറ്റിച്ച പഞ്ചായത്തിലെ ഒരു യൂട്യൂബർ കൂടെയാണ്. കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഏതായാലും ജയകുമാറിൻ്റെ വീഡിയോയിലൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. പുരാണേതിഹാസ പ്രസക്തവും ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ പൂർണ്ണതയും നിറഞ്ഞ തലമുറകൾ പഴക്കമുള്ള നാടിൻ്റെയും ദേശത്തിൻ്റെയും സർവ്വ ആചാരങ്ങൾക്കും ഐശ്വര്യങ്ങൾക്കും നിദാനവും ലോകം അറിയപ്പെടുന്നതുമായ പുണ്യസ്ഥാനമാണ് അഗസ്ത്യാർകൂടം. തമിഴ് മലയാള നാടുകളുടെ പ്രകൃതി വരദാനവും കാണി സമുദായത്തിൻ്റെ ചാറ്റുമന്ത്രവും പച്ചില ചികിത്സാ വിധികളും നൽകി അനുഗ്രഹിച്ച അഗസ്ത്യമുനിയെ സന്ദർശിച്ചാൽ മനസ്സും ശരീരവും പരിശുദ്ധമാകും എന്നാണ് വിശ്വാസം. മനുഷ്യരാശിയുടെയും മറ്റു ജീവജാലങ്ങളുടെയും നന്മയ്ക്ക് അഗസ്ത്യ ഭഗവാന്റെ താളിയോല ഗ്രന്ഥത്തേക്കാൾ ഉത്കൃഷ്ടമായ മറ്റൊരു ഗ്രന്ഥം ലോകത്തില്ല എന്നാണ് പറയപ്പെടുന്നത്. ഭഗവാൻ കുടികൊള്ളുന്ന അഗസ്ത്യാർകൂടത്തിൽ വ്രതാനുഷ്ഠാനത്തോടും ഭക്തിയോടും ദർശിക്കുന്ന ദാരിദ്ര്യ ദുഃഖമുള്ളവർ, രോഗാതുരർ, ഭാഗ്യഹീനർ, പാപം ചെയ്തിട്ടുള്ളവർ, ക്ഷമയില്ലാത്തവർ തുടങ്ങിയവർക്കെല്ലാം അഗസ്ത്യമുനി മുക്തി നൽകുന്നു എന്ന് വിശ്വസിച്ചു പോരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 1863 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യാർകൂടത്തിൽ മുനിയെ കൂടാതെ ആദിദേവന്മാർ, മലമുത്തന്മാർ, കാലാട്ട് തമ്പുരാൻ തുടങ്ങിയ വനദേവതകളും ഗണപതി, ശാസ്താവ്, നാഗർ തുടങ്ങിയ ഉഗ്ര സാന്നിധ്യ ദേവതകളും കുടികൊള്ളുന്നു. ട്രസ്റ്റിൻ്റെ ഭാരവാഹികളെ, പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാർ, നമ്മളിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ഒത്തുകൂടിയത് സീതാതീർത്ഥത്തിലേക്കായിരുന്നു. അപ്പോൾ നമ്മൾ അതുപോലെ ഒരു തീർത്ഥയാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. അത് എങ്ങോട്ടാണ് എന്നും അതിൻ്റെ ഉദ്ദേശലക്ഷ്യം എന്താണെന്നും ഒക്കെ നമുക്കെല്ലാവർക്കും ഇവിടെ വിശദീകരിക്കാതെ തന്നെ അറിയാവുന്നതാണ്. വളരെ ഭക്തി നിർഭരമായ ഒരു ഘോഷയാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിനുശേഷം നമ്മൾ ഒരു 14 കിലോമീറ്ററോളം നടന്ന് ഉച്ചഭക്ഷണം, അതിനുശേഷം വീണ്ടും അതുപോലെ ഒരു 7-8 കിലോമീറ്ററോളം നടന്ന് നമ്മൾ അതിരുമലയിൽ എത്തുകയും അതിരുമലയിൽ നമ്മളുടെ പാരമ്പര്യമായ പൂജകളും മറ്റ് ആചാരങ്ങളും അനുഷ്ഠിച്ച് നാളെ രാവിലെ നമ്മളെ പൊങ്കാലപ്പാറ അഗസ്ത്യ സന്നിധിയിലേക്കുള്ള യാത്രയാണ്. അപ്പം ഈ യാത്ര ദൈവാനുഗ്രഹത്താൽ വളരെ അവസാനം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടൊപ്പം നമ്മൾ ഇപ്പോൾ ഒരു ചെറിയ ചടങ്ങ്, ഒപ്പം നമ്മളുടെ പൂജാരിയുടെ ഒരു ഗീതം ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നടത്തുന്നത് നമ്മളുടെ എല്ലാ പരിപാടികൾക്കും വർണ്ണ ശോഭയേകുന്ന നമ്മുടെ കൊച്ചുകുട്ടികളുണ്ട്. സീതാതീർത്ഥത്തിലേക്കുള്ള യാത്രയിൽ നമ്മളുടെ പ്രോഗ്രാമിൽ ഏറ്റവും ആകർഷകമായിരുന്നത് രാമൻ, ലക്ഷ്മണൻ, ഹനുമാൻ, ലവൻ, അതുപോലെ താലപ്പൊലി ഒക്കെ ഈ വേഷം കെട്ടിയ നമ്മുടെ കുട്ടികൾക്ക് ആ ഓരോരുത്തർക്കും നമ്മൾ ഒരു ചെറിയ മൂവ്മെൻ്റ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. തീർത്ഥാടന യാത്രയ്ക്ക് നമ്മൾ പുറപ്പെടുകയാണ്. നമ്മൾ പാരമ്പര്യമായി അഗസ്ത്യകൂടത്തിൽ അഗസ്ത്യമുനിയെ പൂജിക്കുന്ന ഒരു വിഭാഗം ജനതയാണ് നമ്മുടെ കാണിക്കാരായിട്ടുള്ള ആളുകൾ. അത് ഇന്ന് ആ പൂജ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 100ഓളം ഭക്തരാണ് ഇന്ന് ഈ മുണ്ടണി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. എല്ലാ വർഷവും മുണ്ടണി ശ്രീ മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ നിന്നാണ് നമ്മുടെ യാത്ര പുറപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇതിന് 40-50 ദിവസം വ്രതമെടുത്ത് എത്തിയിട്ടുള്ള ഭക്തരെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് അഗസ്ത്യർകൂടം ക്ഷേത്ര കാണിക്ക ട്രസ്റ്റും അതുപോലെ പൊന്മുടി സീതാതീർത്ഥ ട്രസ്റ്റും ഒക്കെ നിലകൊള്ളുന്നത്
നമ്മുടെ ഈ 2 ആരാധനാ കേന്ദ്രങ്ങളെ അവിടെ പൂജ നടത്തുന്നതിനും നമ്മുടെ ഈ ഗോത്രവർഗ്ഗക്കാരായിട്ടുള്ള ആളുകളെ നന്മയിലേക്ക് നയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത്. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഭഗവാന്മാരുടെയൊക്കെ അനുഗ്രഹം നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ആളുകളെയൊക്കെ കൂട്ടി വളരെ ഭംഗിയായിട്ട് ഓരോ വർഷവും നമുക്ക് ഈ 2 ആരാധനാ കേന്ദ്രങ്ങളിൽ നമുക്ക് ഇത്രയും ഭക്തരുമായി പോയി പൂജ നടത്താൻ നമുക്ക് കഴിയുന്നത്. മുണ്ടടി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്ര ഇവിടെ നിന്ന് പുറപ്പെടുകയും നമ്മുടെ അന്നദാനം എന്ന് പറയുന്നത് നമ്മുടെ വ്ളാവിള ഒരു താവളമുണ്ട്. ആ താവളത്തിൽ അവിടെ എത്തിച്ചേരുകയും അവിടുത്തെ ആ പ്രദേശത്തുള്ള നമ്മുടെ ഗോത്ര സമൂഹങ്ങളും ഈ ഇതിൽ പങ്കെടുക്കുന്ന ഭക്തരും അടങ്ങുന്ന ആളുകൾ അവിടെ നിന്ന് അന്നദാനം കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ 14 കിലോമീറ്ററോളം നമ്മൾ നടന്ന് നേരെ അതിരമലയിൽ എത്തിച്ചേരും. അവിടെ നമ്മുടെ പൂജാരിമാരുടെ സംഘം അവിടെ അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് അതിരമലയിൽ എത്തിച്ചേർന്ന് വൈകിട്ട് 6 മണിയോടുകൂടി അതിരമലയിൽ എത്തിച്ചേരും. അവിടെ വൈകിട്ട് നമ്മുടെ ഗോത്ര ആചാരപ്രകാരമുള്ള പൂജയുണ്ട്. അതുപോലെ തന്നെ അവിടെ ചാറ്റ് ഭജനയൊക്കെ അവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നാളെ രാവിലെ ഇന്ന് നമ്മളവിടെ ക്യാമ്പ് ഷെഡിലായിരിക്കും നമ്മളെല്ലാവരും തങ്ങുന്നത്. നാളെ രാവിലെ നമ്മുടെ ഗോത്ര സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ നാളെ അതിരമലയിൽ ദേവസ്ഥാനത്ത് പൊങ്കാല അർപ്പിക്കാൻ നിരവധി നമ്മുടെ ഗോത്ര സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ നാളെ അവിടെ എത്തുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടിയാണെങ്കിൽ എല്ലാവരും ഇതിന് വേണ്ടിയിട്ടുള്ള ഒരാവേശത്തിലാണ്. ഭഗവാന് പൂജ അർപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പ്രദേശത്തല്ല, പ്രത്യേകിച്ച് അഗസ്ത്യവനത്തിലുള്ള എല്ലാവരും സജ്ജരായിരിക്കുകയാണ്. നമ്മുടെ രാവിലെ അവിടെ പൊങ്കാലയായിരിക്കും. ആ പൊങ്കാല കഴിഞ്ഞിട്ടാണ് നമ്മൾ കുമ്പക്കുടം നിറച്ചുകൊണ്ട് നമ്മൾ നേരെ അഗസ്ത്യ സന്നിധിയിലേക്ക് പോകുന്നത്. അതുപോലെ നമ്മുടെ പൊങ്കാലപ്പാറയിൽ നമുക്ക് പ്രത്യേക ആചാരപ്രകാരമുള്ള പൂജകൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് വൈകിട്ട് 4 മണിയോടുകൂടി സന്നിധാനത്ത് എത്തിച്ചേരും. ഈ പൂജ ഈ ദിവസത്തേക്ക് പ്രത്യേകം സമയം കണ്ടെത്തി ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ പല തുറകളിലുള്ള ആളുകൾ നമുക്ക് ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഇവിടെ എത്തിയിട്ട് എല്ലാ ഭക്തർക്കും അങ്ങോട്ട് വരാൻ നിൽക്കുന്നവരും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ഭക്തർക്കും ഈ തമ്പുരാന്റെയും ആ തമ്പുരാന്റെയും സർവ്വദേവന്മാരുടെയും അനുഗ്രഹം നിങ്ങൾക്ക് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മീഡിയക്കാർ, നമ്മുടെ മീഡിയയിൽ നമ്മുടെ ഫോട്ടോ മീഡിയ, അതുപോലെ തന്നെ നമ്മുടെ കോട്ടൂർ സുമേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ഞങ്ങളുടെ ഈ പൂജയുടെ ഭാഗമായിട്ട് എപ്പോഴും ഞങ്ങളോടൊപ്പം നിന്നിട്ടുള്ള എല്ലാ മീഡിയക്കാരെയും പത്രക്കാരെയും ഒക്കെ ഞങ്ങൾ ഈ ഭഗവാന്റെ അനുഗ്രഹം ചൊരിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ കർമ്മം നടത്തുന്നതിലേക്ക് വേണ്ടി എല്ലാവർക്കും ഒരു പ്രാവശ്യം ഇവിടെ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. സ്നേഹോപകാരം നമ്മളുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് നൽകാനായി ഞാൻ നമ്മളുടെ ട്രസ്റ്റ് രക്ഷാധികാരിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു, പ്രസിഡന്റിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒപ്പം ആദ്യമായി ഹനുമാനായി വളരെ മനോഹരമായ വേഷമിട്ട 2 പ്രാവശ്യം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന നമ്മുടെ ശിവാദു എന്ന കുട്ടിയെയാണ്. ശിവാദു അത് സ്വീകരിക്കുക. ഇങ്ങോട്ട് തിരിഞ്ഞ് വാങ്ങിച്ചോളൂ. സുരേഷ് മിത്ര അറിയാം ആണല്ലോ. അടുത്തതായി സീതയെ വളരെ മനോഹരമായ വേഷമിട്ട നമ്മളുടെ മന്ത്രിയൊക്കെ സ്വീകരിച്ച വന്ദനയാണ്. വന്ദന സുരേഷ് വന്ദനയ്ക്ക് നമ്മുടെ സെക്രട്ടറി, പ്രിയങ്കരനായ സെക്രട്ടറിയാണ് കൊടുക്കുന്നത്. ഓക്കെ, താങ്ക് യു വന്ദന. കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണ്. കുട്ടപ്പൻ സാർ ഇല്ലെങ്കിൽ വില്യണ്ണ. കുട്ടപ്പൻ സാർ തിരക്കിലാണ്. ലക്ഷ്മണനായി വേഷം ധരിച്ച വൈദേഹി, തെറ്റുപോയി, ലക്ഷ്മണൻ ആയി വേഷം ധരിച്ച വൈദേഹി അത് സ്വീകരിക്കാനായി വയനാട്ടിൽ നിന്നും നമ്മളുടെ എല്ലാ പ്രവർത്തനത്തിനും നമ്മോടൊപ്പമുള്ള ശ്രീ ഭാസ്കർജിയാണ്. അദ്ദേഹം അത്. ഇനി താലപ്പൊലി, നമ്മുടെ വർണ്ണശബളമായ താലപ്പൊലിക്ക് വളരെ ഭംഗിയായിട്ട് ആ കോപ്പം അതിന് അനഘ പ്രശാന്തിന്റെ കൂട്ടുകാരി അനഘയ്ക്ക് വേണ്ടിയിട്ട് അത് ഏറ്റുവാങ്ങുന്നു. നമ്മുടെ ബഹുമാനായ പോറ്റിയത് നൽകുന്നതായിരിക്കും. ഓക്കെ, ഇത് നമ്മളുടെ ഭാവി തലമുറയ്ക്ക് ഒരു പ്രചോദനമാണ്. ഇനി അടുത്ത പരിപാടികളിൽ നമ്മുടെ വർണ്ണശബളമാക്കാൻ നമ്മുടെ കുട്ടികൾ ഓരോരുത്തരും മുന്നോട്ട് വരണമെന്നുള്ള ആഗ്രഹമുള്ളത്. അഗസ്തീശ്വരനെ മുനിദേവനെന്നും വിളിച്ചു, മലമുകളിൽ നിൽക്കും ഈശ്വരനെ വാൽമീകി എന്നും വിളിച്ചു,
പേരറിയുന്നൊരു അഗസ്തീശ്വരനെ വാൽമീകി എന്നും വിളിച്ചു. മലമുകളിൽ നിൽക്കും ഈശ്വരനെ വാൽമീകി എന്നും വിളിച്ചു. മണ്ണിൽ നിന്നലയുമീ മനുഷ്യജന്മത്തിനു മന്ത്രഗാനവുമായി വന്നു. മുനിദേവൻ മന്ത്രഗാനവുമായി വന്നു. മലമുകളിൽ നിൽക്കും ഈശ്വരനെ വാൽമീകി എന്നും വിളിച്ചു. അഗസ്ത്യമലയുടെ മുകളിൽ ഞാനന്ന് ഒറ്റയ്ക്കു നിന്നിരുന്നു. ഞാൻ ഒറ്റയ്ക്കു നിന്നിരുന്നു. മുനിദേവരനാം അഗസ്തീശ്വരനുടെ മന്ത്രഗാനം കേട്ടു. ഞാൻ മന്ത്രഗാനം കേട്ടിറങ്ങിയിരുന്നു. പറഞ്ഞതുപോലെ ഇവിടെ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര കോട്ടൂർ അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ച് ഓഫീസിൽ വരെ ഭക്തജനങ്ങളും വിശ്വാസികളും അനുഗമിക്കുകയും അവിടുന്ന് വനത്തിനുള്ളിലേക്ക് കടന്ന ശേഷം യാത്രയിൽ വ്രതശുദ്ധിയോടെയുള്ള കാണി സമുദായത്തിൽപ്പെട്ടവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അവർക്ക് മാത്രമേ അഗസ്ത്യർകൂടത്തിൽ ഈ ഘോഷയാത്രയോടൊപ്പം പോകാൻ അനുവാദവുമുള്ളൂ. അതുകൊണ്ട് തന്നെ അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ച് ഓഫീസിന് മുന്നിൽ ഘോഷയാത്ര എത്തുന്നതുവരെയുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്.
ഇനിയുള്ള കാഴ്ചകൾ കോട്ടൂർ അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ചിൽ നിന്നുമാണ്. നിങ്ങൾക്ക് വണ്ടി കേട്ടോ, വണ്ടി എടുത്തോട്ട് പോകും. നമ്പർ 3 4 നമ്പറെ വിളിക്കുള്ളൂ, നമ്പർ ശ്രദ്ധിച്ചവിടെ 25 ഇല്ലല്ലോ. പ്രവീൺ ഉണ്ടോ? പ്രവീൺ 26 27 വണ്ടി 33 നിങ്ങളുടെ നമ്പറുകൾ പറയുന്ന നമ്പറുകൾ ഓർമ്മ. നമ്പർ 4 പയ്യൻ നമ്പർ